ഓക്കെ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കാൽക്കുലേഷൻ പ്രോബ്ലംസ് എടുത്ത സമയത്ത് ഏറ്റവും അവസാനമായിട്ട് നമ്മൾ ഇവിടെയാണ് ഈ ഒരു ക്വസ്റ്റ്യൻ ആണ് ഡിസ്കസ് ചെയ്തിരുന്നത് അല്ലേ? സോ ഇന്ന് നമുക്ക് ബാക്കി ക്വസ്റ്റ്യൻസ് നോക്കാം. പെൻഡിങ് വെച്ചിട്ടുണ്ടായിരുന്ന ഇഫ് യു ഈസ് ഈക്വൽ ടു 6x² പ്ലസ് y സ്ക്വയർ ആൻഡ് 4x minus y is equal to 1. What is the value of u? നമുക്കിവിടെ കണ്ടുപിടിക്കേണ്ടത് വാല്യൂ ഓഫ് യു ആണ്. വാല്യൂ ഓഫ് യു ആണ്. അപ്പൊ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് എക്സ് വൈ എന്ന് പറയുന്ന ടേമിനെ നമ്മൾ എന്ത് ചെയ്യണം? എക്സ് എന്ന് പറയുന്ന ടേംസിലേക്ക് എഴുതണം. കൺസ്ട്രെയിൻഡ് ഇക്വേഷൻ നമ്മൾ ആദ്യം കൺസ്ട്രെയിൻഡ് ഇക്വേഷൻ നമുക്ക് കൺസ്ട്രെയിൻഡ് ഒപ്റ്റിമൈസേഷൻ നമ്മൾ എങ്ങനെയാണ് നോർമലി ചെയ്യാറുള്ളത്? ഒന്നെങ്കിൽ നമ്മൾ ലഗ്രാഞ്ചിയൻ മൾട്ടിപ്ലിക്കേഷൻ ഉപയോഗിക്കും, അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? നോർമൽ മാക്സിമൈസേഷൻ മിനിമൈസേഷൻ ടെക്നിക്ക് യൂസ് ചെയ്യും അല്ലെ? അപ്പൊ ആദ്യം നമുക്ക് എന്ത് ചെയ്യണം? ഈ y-നെ എക്സ് എന്ന് പറയുന്ന ടേംസിലേക്ക് നമ്മൾ മാറ്റി എഴുതണം. അപ്പൊ നമുക്കിവിടെ തന്നിട്ടുണ്ട് 4x മൈനസ് വൈ ഈസ് ഈക്വൽ ടു 1 എന്ന് തന്നിട്ടുണ്ട് അല്ലെ? അത് നമുക്ക് എങ്ങനെയാണ് വൈന്റെ ടേംസിലേക്ക് എഴുതാൻ പറ്റുക? നമ്മൾ വൈന്റെ ടേംസിലേക്ക് എഴുതി എങ്ങനെ ഉണ്ടാവും? y ഈസ് ഈക്വൽ ടു 4x മൈനസ് 1 അങ്ങനെയല്ലേ ഉണ്ടാവുക? 4x മൈനസ് വൈ ഈസ് ഈക്വൽ ടു 1 എന്നുള്ളതിന് വൈന്റെ ടേംസിലേക്ക് നമ്മൾ y ആണ് കേട്ടോ. വൈന്റെ ടേംസിലേക്ക് നമ്മൾ എഴുതുകയാണെങ്കിൽ y ഈസ് ഈക്വൽ ടു 4x മൈനസ് 1 എന്ന് നമുക്ക് കിട്ടും. ഇനി നമുക്ക് എന്ത് ചെയ്യണം? ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ, ഇതാണ് ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ കേട്ടോ. ഇതാണ് ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ, ഇതാണ് കൺസ്ട്രെയിൻഡ് ഫംഗ്ഷൻ. അപ്പൊ ഇനി ഈ y-നെ നമുക്ക് എന്ത് ചെയ്യണം? നമുക്ക് ഒബ്ജക്റ്റീവ് ഫംഗ്ഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കണം. സബ്സ്റ്റിറ്റ്യൂട്ട് y, ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ ഏതാണ്? 6x² പ്ലസ് y സ്ക്വയർ. y എന്ന് പറഞ്ഞാൽ എന്താണ്? 4x മൈനസ് 1 ആണെന്ത് y. അപ്പൊ y സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? y സ്ക്വയർ ഈസ് ഈക്വൽ ടു 4x മൈനസ് 1 ഹോൾ സ്ക്വയർ അല്ലെ? നമ്മൾ ഇങ്ങനെയല്ലേ എഴുതുക? അപ്പൊ നമ്മൾ എന്ത് ചെയ്യാണ്? ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ ആയിട്ടുള്ള 6x² പ്ലസ് y സ്ക്വയർ ഈ ഇക്വേഷനിലേക്ക് നമ്മൾ ഈ y സ്ക്വയറിനെ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഫസ്റ്റ് ഇക്വേഷനിലേക്ക് നമ്മൾ നേരത്തെ കണ്ടെത്തിയിട്ടുള്ള y-നെ y സ്ക്വയർ ആക്കി എഴുതിയതിനെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുകയാണ്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണമെങ്കിൽ നമുക്ക് എങ്ങനെ കിട്ടും? u ഈസ് ഈക്വൽ ടു 6x² പ്ലസ് y സ്ക്വയർ ആണ്. y സ്ക്വയറിന് പകരം നമുക്ക് എഴുതാൻ പറ്റും 4x മൈനസ് 1 സ്ക്വയർ അല്ലെ? നമ്മളിത് കണ്ടെത്തിയിട്ടുണ്ട്. 6x ഇത് നമുക്ക് ഓൾറെഡി ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളതുമാണ്. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഈ സ്ക്വയേർഡ് ടേമിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? എക്സ്പാൻഡ് ചെയ്യാൻ പറ്റും. എങ്ങനെ എക്സ്പാൻഡ് ചെയ്യാൻ പറ്റും? u ഈസ് ഈക്വൽ ടു 6x² പ്ലസ് 4x² എന്ന് പറഞ്ഞാൽ എത്രയാണ്? 4x². What is 4x²? 16x² മൈനസ് 8x പ്ലസ് 1 നമുക്ക് ഇങ്ങനെ കിട്ടും. ഇനി നമ്മൾ വീണ്ടും ഇതിനെ ചെയ്യുകയാണെങ്കിൽ u ഈസ് ഈക്വൽ ടു 22x² മൈനസ് 8x പ്ലസ് 1. നമ്മൾ എങ്ങനെയാണ് a മൈനസ് ബി ഹോൾ സ്ക്വയർ ഇതിനെ നമ്മൾ എങ്ങനെയാണ് നോർമലി ചെയ്യാറുള്ളത്? a മൈനസ് ബി ഹോൾ സ്ക്വയർ ഇതിനെ നമ്മൾ എങ്ങനെയാ ചെയ്യാറുള്ളത്? a മൈനസ് ബി ഹോൾ സ്ക്വയറിനെ is equal to a സ്ക്വയർ മൈനസ് 2ab പ്ലസ് ബി സ്ക്വയർ. ഇതാണ് അതിന്റെ ഫോമിലെ a സ്ക്വയർ മൈനസ് 2ab പ്ലസ് ബി സ്ക്വയർ. അപ്പൊ ആ ഒരു സംഭവമാണ് നമ്മൾ ഇവിടെ ചെയ്തിട്ടുള്ളത് കേട്ടോ. 16x² മൈനസ് 8x പ്ലസ് 1 എന്നുള്ളത്. അപ്പൊ നമുക്ക് കിട്ടി
22x² മൈനസ് 8x+1 എന്ന് നമുക്ക് കിട്ടി. ഇനി നമുക്ക് എന്ത് ചെയ്യണം? മിനിമൈസ് ചെയ്യണം. മിനിമൈസ് ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം? ഫസ്റ്റ് ഓർഡർ കണ്ടീഷൻ ഉണ്ട് അല്ലേ? നമുക്ക് എന്ത് ചെയ്യണം? ഫസ്റ്റ് ഓർഡർ കണ്ടീഷനിൽ മിനിമൈസ് ചെയ്തിട്ട് 0 എന്ന് നമുക്ക് വാല്യൂ ഇട്ട് കൊടുക്കാം. du/dx ഈസ് ഈക്വൽ ടു, നമുക്ക് ചെയ്യുകയാണെങ്കിൽ ഇതിനെ നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യുകയാണെങ്കിൽ എത്ര കിട്ടുക? 22x² എന്ന് പറഞ്ഞാല് 44x മൈനസ് 8 അല്ലേ, ഈസ് ഈക്വൽ ടു 0. സോ 44x ഈസ് ഈക്വൽ ടു 8. അതായത് x ഈസ് ഈക്വൽ ടു 8/44 ഈസ് ഈക്വൽ ടു 2/11. 2/11 നമുക്ക് കിട്ടും. ഇനി നമുക്ക് എന്ത് ചെയ്യാം? മിനിമം വാല്യൂ നമുക്ക് കാണണം. ഈ മിനിമം വാല്യൂ കാണാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി? ഈ x ഇസ് ഈക്വൽ ടു നമുക്ക് കിട്ടി 2/11 എന്ന് കിട്ടിയിട്ടുണ്ട്, 2/11 എന്നുള്ളത്. ഇതിനെ നമ്മൾ സിംപ്ലിഫൈഡ് ഇക്വേഷൻ ആയിട്ട് യുവിലേക്ക് നമ്മൾ എന്ത് ചെയ്താൽ മതി? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ മതി. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ u ഈസ് ഈക്വൽ ടു 22x² അല്ലേ പറഞ്ഞത്? x ഈസ് ഈക്വൽ ടു 2/11 ഹോൾ സ്ക്വയർ മൈനസ് 8x അല്ലേ? ഇത് 8x അല്ലേ ഇവിടെ ഉള്ളത്? ഇത് 8 ആണ് കേട്ടോ. ഒരു മിസ്റ്റർ ബീനൊക്കെ പോലെ ഉണ്ടല്ലേ കാണാൻ എൻ്റെ 8. ഓക്കെ, 8 2/11 പ്ലസ് 1 എന്ന് പറഞ്ഞാല് u ഈസ് ഈക്വൽ ടു 22 ഇൻറ്റു 2² എന്ന് പറഞ്ഞാൽ 4 /11² എന്ന് പറഞ്ഞാൽ 121 മൈനസ് 8 ഇൻറ്റു 2 എന്ന് പറഞ്ഞാൽ 16 /11 പ്ലസ് 1. ഇങ്ങനെയാണ് നമുക്ക് എന്ത് കിട്ടിയത്? ഈ ഒരു ആൻസർ കിട്ടിയിട്ടുള്ളത്. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഈ രണ്ടിനെയും നമുക്ക് 11ഉം 121 ആണല്ലേ നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഫസ്റ്റ് ഫ്രാക്ഷനെ ന്യൂമറേറ്റർ കൊണ്ടും ഡിനോമിനേറ്റർ കൊണ്ടും നമുക്ക് 11 കൊണ്ട് എന്ത് ചെയ്യാം? ഡിവൈഡ് ചെയ്യാൻ പറ്റും. ഫസ്റ്റ് ഫ്രാക്ഷൻ ആട്ടോ. അപ്പൊ നമ്മൾ ആദ്യം ജസ്റ്റ് ഞാനിവിടെ ലാസ്റ്റത്തെ സാധനം എഴുതുന്നുണ്ട്. u ഈസ് ഈക്വൽ ടു 22 ഇൻറ്റു 4/121 മൈനസ് 16/11 പ്ലസ് 1. ഇനി എന്ത് ചെയ്യുക? ഫസ്റ്റ് ഫ്രാക്ഷനെ ന്യൂമറേറ്ററും ഡിനോമിനേറ്ററിലും ഇതാണ് നമുക്കിപ്പോൾ കിട്ടിയിട്ടുള്ള ആൻസർ. ഫസ്റ്റ് ഫ്രാക്ഷനെ ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും നമ്മൾ എന്ത് ചെയ്യുക? 11 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? u ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു 4 ഡിവൈഡഡ് ബൈ 11 മൈനസ് 16 ഇൻറ്റു 11. 16 ഡിവൈഡഡ് ബൈ 11 പ്ലസ് 1. ഇങ്ങനെയല്ലേ കിട്ടുക? നമ്മൾ 22നെ 11 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ 2. 22നെ 11 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ 2. ദെൻ 121നെ 11 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ 11. അപ്പൊ 2 ഇൻറ്റു 4 ഡിവൈഡഡ് ബൈ 11 മൈനസ് 16 ഡിവൈഡഡ് ബൈ 11 പ്ലസ് 1 അല്ലേ? ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഇതിനെ കറക്റ്റ് ആക്കിയിട്ട് എഴുതിയാൽ u ഈസ് ഈക്വൽ ടു 8/11 മൈനസ് 16/11 പ്ലസ് 1നെ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റുക? 11 ഡിവൈഡഡ് ബൈ 11 എഴുതിക്കൂടെ? യെസ്, അങ്ങനെ എഴുതാൻ പറ്റും. അപ്പൊ u ഈസ് ഈക്വൽ ടു 8 മൈനസ് 16 പ്ലസ് 11 ഹോൾ ഡിവൈഡഡ് ബൈ 11 ഈസ് ഈക്വൽ ടു 3/11. അപ്പൊ നമ്മൾ ഇതാണ് നമ്മുടെ ആൻസർ. 3/11 എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ
ബി ആണ് എന്ത് ആൻസർ. അതായത് ഒപ്റ്റിമൈസ്ഡ് വാല്യൂ, യുവിന്റെ ഒപ്റ്റിമൈസ്ഡ് വാല്യൂ നമുക്ക് കണ്ടെത്താൻ പറ്റിയ 3/11 എന്നുള്ളതാണ്. നമ്മൾ വേറെ ഒന്നും ചെയ്തിട്ടില്ല. നമുക്ക് ഒരു ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ തന്നു, ഒരു കൺസ്ട്രെയിൻഡ് ഫംഗ്ഷനും തന്നു. നമ്മൾ ഈ കൺസ്ട്രെയിൻഡ് ഫംഗ്ഷൻ അത് തന്നിട്ടുണ്ടായിരുന്നത് എക്സിന്റെ വാല്യൂവിലായിരുന്നു. 4x - y = 1 എന്നുള്ളതായിരുന്നു. നമ്മൾ അതിനെ റീഅറേഞ്ച് ചെയ്തിട്ട് വൈയുടെ വാല്യൂസിലേക്ക് മാറ്റി. എന്നിട്ട് കിട്ടിയ വാല്യൂ അപ്പൊ നമുക്ക് കിട്ടിയ വാല്യൂ ആണെന്ത്? അപ്പൊ നമുക്ക് കിട്ടിയ വൈന്റെ വാല്യൂവിലേക്ക് നമുക്ക് മാറ്റിയപ്പോൾ കിട്ടിയ വാല്യൂ ആണ് y = 4x - 1 എന്നുള്ളത്. അത് നമ്മൾ എന്ത് ചെയ്യണം? ഒബ്ജക്റ്റീവ് ഫംഗ്ഷനിലേക്ക് ഇട്ട് കൊടുത്തു. 6x² + y² എന്നാണ്. അപ്പൊ നമ്മൾ y എന്ന് പറഞ്ഞാൽ ഇതാണ്. അപ്പൊ y² എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? നമ്മൾ സ്ക്വയർ ചെയ്തു. ഇതാണ് നമ്മൾ ബേസിക്കലി ഫസ്റ്റ് സ്റ്റെപ്പ് ആയിട്ട് ചെയ്തത്. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്തു? അതിനെ ഏറ്റവും ഇതിനൊക്കെ കാൽക്കുലേറ്റ് ചെയ്തിട്ട് ഏറ്റവും സിംപ്ലിഫൈഡ് ഫോമിലേക്ക് എഴുതി. ഈ സിംപ്ലിഫൈഡ് ഫോമിലേക്ക് എഴുതാൻ നമ്മൾ യൂസ് ചെയ്തൊരു മെത്തേഡാണ് a-b² = a² - 2ab + b² എന്നുള്ളത്. അപ്പൊ നമുക്ക് ഒബ്ജക്റ്റീവ് ഫംഗ്ഷന്റെ ഏറ്റവും സിംപ്ലിഫൈഡ് ഫോം കിട്ടി. ഈ ഫംഗ്ഷനെ നമ്മൾ എന്ത് ചെയ്തു? ഡിഫറൻഷിയേറ്റ് ചെയ്തു. ഫസ്റ്റ് ഓർഡർ ഡിഫറൻസിയേഷൻ ഡെറിവേറ്റീവ് കണ്ടെത്തി, സീറോയുമായി ഇക്വേറ്റ് ചെയ്തു. നമ്മൾ എക്സിന്റെ വാല്യൂ കണ്ടെത്തി. എക്സ് എന്ന് പറഞ്ഞാൽ 2/11 ആണ്. 2/11 ആണ്. ആ എക്സിന്റെ വാല്യൂവിനെ നമ്മൾ എന്ത് ചെയ്തു? നമ്മൾ ഇവിടെ കണ്ടെത്തിയിട്ടുള്ള യുവിന്റെ ഏറ്റവും ഒബ്ജക്റ്റീവ് ഫംഗ്ഷന്റെ ഏറ്റവും സിംപ്ലിഫൈഡ് ഫോമിലേക്ക് നമ്മൾ എന്ത് ചെയ്തു? അപ്ലൈ ചെയ്ത് കൊടുത്തു. ആ അപ്ലൈ ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയിട്ടുള്ള വാല്യൂ ആണ്, നമുക്ക് ഇവിടെ കിട്ടിയിട്ടുള്ള വാല്യൂ ആണ് u = 22 × 4/121 -16/11 + 1 എന്നുള്ളത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? ഇതിനെ ഇവിടെ 11 ആണ്. ഈ 11ലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കാൽക്കുലേഷൻ പോസിബിൾ ആവണം എന്നുണ്ടെങ്കിൽ രണ്ടും ഒരേ വാല്യൂ ആവണം അല്ലെ? രണ്ട് ഡിഫറെന്റ് വാല്യൂസിനെ നമുക്ക് പോസിബിൾ ആക്കാൻ പറ്റൂല. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? ഇവിടെ ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും നമ്മൾ 11 കൊണ്ട് ഡിവൈഡ് ചെയ്തു. 22 ഡിവൈഡ് ചെയ്തപ്പോൾ നമുക്ക് 2 എന്ന് കിട്ടി. 121 11 കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ നമുക്ക് 11 എന്ന് കിട്ടി. -16 /11 + 1. അതിനെ നമ്മൾ എന്ത് ചെയ്തു? വീണ്ടും ഒരു കറക്റ്റ് ഫോമിൽ എത്തിയ സമയത്ത് നമുക്ക് കിട്ടി 8/11 - 16/11 + 11/11. അതായത് നമ്മൾ ചെയ്തപ്പോൾ 8 - 16 + 11 ഹോൾ ഡിവൈഡഡ് ബൈ 11 = 3/11 എന്ന് നമുക്ക് കിട്ടി. ഓക്കെ. ഇനി നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട് തന്നെയാണ്, അല്ലെങ്കിൽ ഇതുപോലത്തെ തന്നെയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് നമുക്ക് നെക്സ്റ്റും ചോദിച്ചിട്ടുള്ളത്. അത് നമുക്ക് എന്ത് തന്നിട്ടുണ്ട്? നമുക്ക് കണ്ടെത്തേണ്ടത് ഒപ്റ്റിമം ലെവൽ ഓഫ് പർച്ചേസ് ആണ്. ഒപ്റ്റിമം ലെവൽ ഓഫ് പർച്ചേസ് ആണ് നമ്മൾ കണ്ടെത്തേണ്ടത്. യു തന്നിട്ടുണ്ട്, പി എക്സ് തന്നിട്ടുണ്ട്, പി വൈ തന്നിട്ടുണ്ട്. യുവും പി എക്സും പി വൈ ഒക്കെ തന്നിട്ടുണ്ട്. നമ്മൾ കണ്ടെത്തേണ്ടത് ഒപ്റ്റിമം ലെവൽ ഓഫ് പർച്ചേസ്, അതായത് എക്സ് സ്റ്റാറും വൈ സ്റ്റാറുമാണ് നമ്മൾ കണ്ടെത്തേണ്ടത്. ഓക്കെ. ജസ്റ്റ് ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചു നോക്കൂ. നിങ്ങൾക്ക് എന്തെങ്കിലും ഐഡിയ തെളിയുന്നുണ്ടോ? കൺസ്യൂമർ ഇക്വിലിബ്രിയം നമുക്ക് കണ്ടെത്താൻ വേണ്ടിയിട്ട് നമുക്ക് എന്തെങ്കിലും ഐഡിയ തെളിയുന്നുണ്ടോ? ബേസിക്കലി നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? മാക്സിമൈസേഷൻ തന്നെയാണ്. നമുക്ക് ഒരു ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ ഇവിടെ തന്നിട്ടുണ്ട്. അതിന് കൺസ്ട്രെയിൻ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യണം? യൂട്ടിലിറ്റി ഫംഗ്ഷൻ തന്നിട്ടുണ്ട്. ബജറ്റ് എപ്പോഴും ഇവിടത്തെ കേസിൽ കൺസ്ട്രെയിൻ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? അത് ബജറ്റ് കൺസ്ട്രെയിൻ ആയിരിക്കും. യെസ്, ബജറ്റ് കൺസ്ട്രെയിൻ എന്ത് ചെയ്യണം? നമ്മൾ ആദ്യം ക്രിയേറ്റ് ചെയ്യണം. അതായത് നമുക്ക് യൂട്ടിലിറ്റി ഫംഗ്ഷൻ തന്നിട്ടുണ്ട്. ഗിവൺ u = x + 2 × y + 1 നമുക്ക് തന്നിട്ടുണ്ട്. അപ്പൊ ബാക്കി നമുക്ക് പി എക്സും പി വൈയും ഒക്കെ ബജറ്റും നമുക്ക് തന്നിട്ടുണ്ട്. ബജറ്റ് നമ്മുടെ കയ്യിലുള്ള ബജറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ കയ്യിലുള്ള ഇൻകം അല്ലെ? നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഇൻകത്തെയാണ് നമ്മൾ ബജറ്റ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എം എന്നുള്ളതാണ് ബജറ്റ്. അപ്പൊ നമുക്ക് എങ്ങനെയാണ് നമ്മൾ നോർമലി ഒരു ബജറ്റ് ഇക്വേഷൻ എഴുതാറുള്ളത്? P1 x1 അല്ലെങ്കിൽ
പി എക്സ് ഇൻറ്റു എക്സ് പ്ലസ് പി വൈ ഇൻറ്റു വൈ ഈസ് ഈക്വൽ ടു ബി. ഇങ്ങനെയാണ് നമുക്ക് എന്തുണ്ടാവുക, നമ്മുടെ ബജറ്റ് ഇക്വേഷൻ ഉണ്ടാവുക. എന്തൊക്കെ ഈ റൈറ്റിംഗ് പാഡ് യൂസ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്, ഞാനിതിൽ അത്രത്തോളം എഫിഷ്യന്റ് അല്ല, അതുകൊണ്ടാണ് കേട്ടോ എൻ്റെ ഹാൻഡ് റൈറ്റിംഗ് ഇങ്ങനെ ആവുന്നത്. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട് എന്ന് കരുതുന്നു. പി എക്സ് ഇൻറ്റു എക്സ് പ്ലസ് പി വൈ ഇൻറ്റു വൈ ഈസ് ഈക്വൽ ടു ബി. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാണ്, ഗിവൺ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ പി എക്സിന്റെ വാല്യൂ 4 എന്നും പി വൈയുടെ വാല്യൂ 6 എന്നും നമുക്ക് തന്നിട്ടുണ്ട്. അപ്പൊ അതിനെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ 4x പ്ലസ് 6y ഈസ് ഈക്വൽ ടു ബിയുടെ വാല്യൂ എത്രയാണ്, 130. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു, ബജറ്റ് കൺസ്ട്രെയിൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യണം, ഒരു പ്രധാനപ്പെട്ട കോൺസെപ്റ്റ് ആണ് ഇക്യു മാർജിനൽ പ്രിൻസിപ്പിൾ. അതായത് നമ്മൾ പറയാറുണ്ട്, ഒരു കൺസ്യൂമർ ഇക്വിലിബ്രിയത്തിൽ എത്തുന്ന സമയം എങ്ങനെയായിരിക്കും, MRS/XY അല്ലെങ്കിൽ കൺസ്യൂമർ ഇക്വിലിബ്രിയത്തിൽ എത്തുന്ന സമയത്ത് അതായത് ഒരു കൺസ്യൂമർ എപ്പോഴാണ് ഇക്വിലിബ്രിയത്തിൽ എത്തുക, നമ്മൾ പറയാറുണ്ടല്ലേ, ഇൻഡിഫറൻസ് കർവും ബജറ്റ് ലൈനും ടാൻജന്റ് ആവുന്ന പൊസിഷനിലാണ് ഒരു കൺസ്യൂമർ ഇക്വിലിബ്രിയത്തിൽ എത്തുക, അല്ലേ? അപ്പൊ ഇൻഡിഫറൻസ് കർവിന്റെ സ്ലോപ്പും ബജറ്റ് ലൈനിന്റെ സ്ലോപ്പും ഈക്വൽ ആകുന്ന പോയിന്റിലാണ് ഒരു കൺസ്യൂമർ ഇക്വിലിബ്രിയത്തിൽ എത്തുക. ബജറ്റ് ലൈനിന്റെ സ്ലോപ്പാണ് നമ്മൾ പ്രൈസ് റേഷ്യോ എന്നൊക്കെ പറയും, PX/PY. ഇൻഡിഫറൻസ് കർവിന്റെ സ്ലോപ്പാണ് MRS/XY, അല്ലെങ്കിൽ നമ്മൾ പറയും MRS/XY നമ്മൾ എങ്ങനെ പറയാറുള്ളത്, MUX ഡിവൈഡഡ് ബൈ MUY എന്ന് നമ്മൾ പറയൂലേ, MUX ഡിവൈഡഡ് ബൈ MUY ഈസ് ഈക്വൽ ടു P(x) ഡിവൈഡഡ് ബൈ P(y) ആകുന്നതാണെന്ത് നമ്മൾ പറയുന്ന കൺസ്യൂമർ ഇക്വിലിബ്രിയം. അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം, ആദ്യം MUX-ഉം കണ്ടെത്തണം, MUY-യും കണ്ടെത്തണം. MUX-നെ നമ്മൾ എങ്ങനെയാണ് കണ്ടെത്തുക, MUX-നെ നമ്മൾ കണ്ടെത്താൻ എന്തെങ്കിലും ഐഡിയ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? MUX-നെ കണ്ടെത്താൻ നമ്മൾ എന്ത് ചെയ്താൽ മതി, യൂട്ടിലിറ്റി ഫംഗ്ഷനിൽ എക്സും വൈയും ഉണ്ടല്ലോ, യൂട്ടിലിറ്റി ഫംഗ്ഷനെ വിത്ത് റെസ്പെക്ട് ടു എക്സ് ഡിഫറൻഷിയേറ്റ് ചെയ്താൽ മതി. MUX is equal to ഡോ യു ബൈ ഡോ എക്സ് ഈസ് ഈക്വൽ ടു, നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക, ഡോ യു ബൈ ഡോ യു എക്സ് ഈസ് ഈക്വൽ ടു, നമുക്ക് ജസ്റ്റ് y+1 എന്ന് മാത്രമേ ബാക്കി ഉണ്ടാവുള്ളൂ അല്ലെ. ഇനി MUY ആണെങ്കിലോ, ഡോ യു ഡിവൈഡഡ് ബൈ ഡോ യു വൈ ഈസ് ഈക്വൽ ടു ജസ്റ്റ് x+2 മാത്രമേ ബാക്കി ഉണ്ടാവുള്ളൂ, ബാക്കിയെല്ലാം ഡിഫറൻഷിയേറ്റ് ചെയ്ത് പോകും. അപ്പോ നമുക്ക് എന്ത് ചെയ്യാം, ഇക്വിലിബ്രിയം കണ്ടീഷൻ സെറ്റപ്പ് ചെയ്യാൻ പറ്റും. ഇക്വിലിബ്രിയം കണ്ടീഷൻ എങ്ങനെയാണ്, നമ്മൾ പറഞ്ഞു MUX ഡിവൈഡഡ് ബൈ MUY ഈസ് ഈക്വൽ ടു PX ഡിവൈഡഡ് ബൈ PY ആണ്. അതിനെ നമുക്ക് ഇപ്പൊ നമുക്ക് നിലവിൽ കിട്ടിയിട്ടുള്ളതൊക്കെ വെച്ച് നമ്മൾ എഴുതുകയാണെങ്കിൽ ഈസ് ഈക്വൽ ടു y+1 ഡിവൈഡഡ് ബൈ x+2 ഈസ് ഈക്വൽ ടു 4/6 എന്ന് നമുക്ക് എഴുതാൻ പറ്റും. ഈ 4/6-നെ ഒന്നും കൂടി നമ്മൾ കുറക്കുകയാണെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും, 2/3 എന്ന് എഴുതിക്കൂടെ, ഞാനിവിടെ 2/3 എന്ന് എഴുതുന്നുണ്ട്. y+1 ഡിവൈഡഡ് ബൈ x+2 ഈസ് ഈക്വൽ ടു 2/3 എന്ന് നമുക്ക് എഴുതാൻ പറ്റും. ഇനി നമ്മൾ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാണ്, ഈ ഒരു ഇക്വേഷനെ നമ്മൾ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുകയാണെങ്കിൽ നമുക്ക് എങ്ങനെയാണ് നമുക്ക് കിട്ടുക, 3 ഇൻറ്റു ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാട്ടോ. അതായത് ക്രോസ് മൾട്ടിപ്ലിക്കേഷനോട് എന്താ ഉദ്ദേശിക്കുന്നത്, ഇതാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്, ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാണ്. 3 ഇൻറ്റു y+1 ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു x+2. 3y+3 ഈസ് ഈക്വൽ ടു 2x+4 അല്ലേ. സോ 3y ഈസ് ഈക്വൽ ടു, നമ്മൾ റീഅറേഞ്ച് ചെയ്യുകയാണെങ്കിൽ 3-നെ അങ്ങോട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ 3y ഈസ് ഈക്വൽ ടു
2x plus 4 minus 3 is equal to 3y is equal to 2x plus 1. അങ്ങനെ തന്നെയല്ലേ വരിക? which means y is equal to 2x plus 1 whole divided by 3. അപ്പൊ നമുക്ക് എന്ത് ചെയ്തു? y-ന്റെ വാല്യൂ കിട്ടി. y എന്ന് പറഞ്ഞാല് 2x പ്ലസ് 1 ഹോൾ ഡിവൈഡഡ് ബൈ 3 ആണ്. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഈ y-ന്റെ വാല്യൂ കൊണ്ടുപോയിട്ട് ബജറ്റ് കൺസ്ട്രെയിനിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം? ഇട്ട് കൊടുക്കാം. ബജറ്റ് കൺസ്ട്രെയിൻ എങ്ങനെയാണ് വന്നത്? നമുക്ക് ബജറ്റ് കൺസ്ട്രെയിൻ എങ്ങനെയാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത്? 4x പ്ലസ്, ഇതാണ് ബജറ്റ് കൺസ്ട്രെയിൻ. ഇതാണ് ബജറ്റ് കൺസ്ട്രെയിൻ. ഇതിലെ y-ന്റെ വാല്യൂ ആണ് ഇപ്പൊ നമ്മൾ കണ്ടെത്തിയിട്ടുള്ളത്. y ഈസ് ഈക്വൽ ടു 2x പ്ലസ് 3 എന്നുള്ളത്. അപ്പൊ ഈ y-ന്റെ സ്ഥാനത്തേക്ക് നമ്മൾ 2x പ്ലസ് 1 ഡിവൈഡഡ് ബൈ 3 എന്ന് പറയുന്ന ഇക്വേഷനെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുകയാണ്. ഓക്കെ, നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 4x പ്ലസ് 6 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താല് 4x plus 6 y instead 2x plus 1 all divided by 3. Okay, 2x plus 1 whole divided by 3 is equal to എത്രയാണ് നമ്മുടെ ബജറ്റ് ഉണ്ടായിരുന്നത്? ബജറ്റ് 130 is equal to 130. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? മിഡിൽ ടേമിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സിമ്പിൾ ചെയ്യാൻ പറ്റും അല്ലെ? നമുക്ക് എങ്ങനെ സിമ്പിൾ ചെയ്യാൻ പറ്റുക? 2x പ്ലസ് 1 എന്നുള്ളതിനെ ചെയ്യുകയാണെങ്കിൽ എങ്ങനെ ചെയ്യും? 6ഉം 3ഉം ഉണ്ട് അല്ലെ? രണ്ടടാ, എങ്ങനെ ചെയ്യും? 6ഉം ഉണ്ട് 3ഉം ഉണ്ട്. നമുക്ക് ഇതിന് എന്ത് ചെയ്യാൻ പറ്റും? വെട്ടിക്കളഞ്ഞൂടെ? 6നെയും 3നെയും വെട്ടിക്കളയാണെങ്കിൽ 6ന് പകരം 2 ആവും അല്ലെ? 6ല് 2 ആണല്ലോ ഉള്ളത്. ചെയ്യാൻ പറ്റൂലേ? 6 multiply 2x plus 1 into 130. യെസ്, അങ്ങനെ തന്നെയാണ് വരിക. ഓക്കെ, അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? 4x പ്ലസ് 2 into 2x plus 1 is equal to 130. 4x plus 2 is equal to 130. 4x plus 2 എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് 8x plus 2 is equal to 130. അപ്പൊ 8x is equal to 130 minus 2 അല്ലെ? അപ്പൊ 8x is equal to 128. അപ്പൊ x is equal to 128 divided by 8 is equal to എത്രയാ വരിക? 128ൽ 8 എത്ര പ്രാവശ്യമുണ്ട്? 128ൽ 16 പ്രാവശ്യം അല്ലെ? അപ്പൊ നമുക്ക് എക്സ് സ്റ്റാറിന്റെ വാല്യൂ കിട്ടി 16 ആണ് എന്ന് നമുക്ക് കിട്ടി. എക്സ് സ്റ്റാർ 16 ആയ ഒരു ഓപ്ഷൻ എവിടെ ഉള്ളൂ? ഓപ്ഷൻ ഡി ആയിരിക്കും അപ്പൊ ആൻസർ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഇനി ജസ്റ്റ് വൈ സ്റ്റാറും കൂടി കണ്ടെത്തി നോക്കാം. വൈ സ്റ്റാറിന് നമ്മൾ എങ്ങനെ കണ്ടെത്തുക? വൈ സ്റ്റാറിനെ കണ്ടെത്തണം എന്നുണ്ടെങ്കിൽ y star is equal to 2 into 16 plus 1. y-ന്റെ ഇക്വേഷൻ, നമ്മളുടെ y-ന്റെ ഇക്വേഷനിലേക്ക് ഞാൻ എന്ത് ചെയ്യാണ്? ഇതാണ് y-ന്റെ ഇക്വേഷൻ. നമ്മൾ നേരത്തെ കണ്ടെത്തിയിട്ടുള്ള y-ന്റെ ഇക്വേഷൻ ഇതാണ്. അപ്പൊ y സ്റ്റാർ കണ്ടെത്താൻ നമ്മൾ എന്ത് ചെയ്താൽ മതി? y-ന്റെ ഇക്വേഷനിലേക്ക് x-ന്റെ വാല്യൂ ഇട്ട് കൊടുത്താൽ മതി.
അപ്പൊ എക്സിന്റെ വാല്യൂ നമുക്ക് 16 കിട്ടിയത്. അപ്പൊ നമുക്ക് എങ്ങനെ ചെയ്യാം? y സ്റ്റാർ ഈസ് ഈക്വൽ ടു 2 × 16 പ്ലസ് 1 ഹോൾ ഡിവൈഡഡ് ബൈ 3 ഈസ് ഈക്വൽ ടു 2 × 16 എന്ന് പറഞ്ഞാൽ 32 പ്ലസ് 1 ഹോൾ ഡിവൈഡഡ് ബൈ 3 ഈസ് ഈക്വൽ ടു 33 ഡിവൈഡഡ് ബൈ 3 ഈസ് ഈക്വൽ ടു 11. ഇതല്ലേ നമുക്ക് ഓപ്ഷൻ ഡി ആയിട്ട് ആൻസർ കിട്ടിയത്? നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? എനിക്ക് ഇത് ഭയങ്കര ഡ്രൈ ആയിട്ടുള്ള ഏരിയ ആണെന്ന് എനിക്കറിയാം. ഇതിലേറെ സിമ്പിൾ ആയിട്ട് എനിക്ക് ഇത് പഠിപ്പിക്കാൻ അറിയൂല കേട്ടോ. അതുകൊണ്ടാണ് എക്സ് ഇസ് ഈക്വൽ ടു 16 എക്സ് സ്റ്റാർ ഈസ് ഈക്വൽ ടു 16 വൈ സ്റ്റാർ ഈസ് ഈക്വൽ ടു 11 കിട്ടി. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഇഫ് ദ വാല്യൂ ഓഫ് കെയ്നീഷ്യൻ ഇൻവെസ്റ്റ്മെന്റ് മൾട്ടിപ്ലയർ ഈസ് 4, which one of the following will be corresponding saving function? അല്ലേ? നമ്മൾ എന്ത് ചെയ്താൽ മതി? ഇതിൽ ഏതാണ് നമുക്ക് നോക്കിയാൽ മതി. അപ്പോ വാല്യൂ ഓഫ് കെയ്നീഷ്യൻ മൾട്ടിപ്ലയർ 4 ആണ്. വാല്യൂ ഓഫ് കെയ്നീഷ്യൻ മൾട്ടിപ്ലയർ 4 ആണ്. നമ്മളെ എം പി എസുമായി ഇത് സേവിങ് ഫംഗ്ഷനുമാണല്ലോ നമുക്ക് തന്നിട്ടുള്ളത്. അപ്പൊ എം പി എസുമായി ബന്ധപ്പെട്ടുള്ള കെയ്നീഷ്യൻ മൾട്ടിപ്ലയറിന്റെ ഇക്വേഷൻ എന്താണ്? നമുക്കറിയാം 1/1 മൈനസ് എം പി സി ആണ് മാർജിനൽ പ്രൊപ്പൻസിറ്റി ടു കൺസ്യൂം വെച്ച് നമ്മൾ പറയുന്ന ഇക്വേഷൻ. ഇനി എം പി സിയും എം പി എസും തമ്മിലുള്ള റിലേഷൻഷിപ്പ് എന്താണ്? എം പി സി പ്ലസ് എം പി എസ് ഇസ് ഈക്വൽ ടു 1 ആയിക്കാരം. അല്ലെങ്കിൽ 1 മൈനസ് എം പി എസ് എന്ന് പറഞ്ഞാൽ എം പി സി ആയിരിക്കും. 1 മൈനസ് എം പി സി എന്ന് പറഞ്ഞാൽ എം പി എസ് ആയിരിക്കും. അല്ലെ? ഇങ്ങനെയല്ലേ നമ്മൾ പഠിച്ചിട്ടുള്ളത്? അപ്പൊ 1 മൈനസ് എം പി സി എന്ന് പറഞ്ഞാൽ എം പി എസ് ആണ്. അതല്ലേ ഇവിടെ ഉള്ളത്? 1 മൈനസ് എം പി സി. അപ്പൊ നമുക്ക് ഇതിനെ എങ്ങനെ എഴുതാൻ പറ്റും? ഈസ് ഈക്വൽ ടു 1/MP(S) എന്ന് എഴുതാൻ പറ്റും. എം പി എസിന്റെ വാല്യൂ ഓൾറെഡി തന്നിട്ടുണ്ട്. കെയ്നീഷ്യൻ ഇൻവെസ്റ്റ്മെന്റ് മൾട്ടിപ്ലയർ 4 ആണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഇത് വെച്ചിട്ട് നമ്മൾ കണ്ടെത്തുകയാണ് കെ ഈസ് ഈക്വൽ ടു, നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ, നിങ്ങൾ ഈ ഒരു ട്രിക്ക് അറിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും? ഇതിൽ മൊത്തത്തിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കും. കെ ഓൾറെഡി 4 ആണ് നമുക്ക് തന്നിട്ടുണ്ട്. മൾട്ടിപ്ലയർ എന്ന് പറഞ്ഞാൽ കെ ആണല്ലോ. ഓക്കെ, അപ്പൊ കെ ഈസ് ഈക്വൽ ടു 1/1 മൈനസ് എം പി എസ് അല്ലെങ്കിൽ 1/MP(C) 1/1 മൈനസ് എം പി സി അല്ലെങ്കിൽ 1/MPS ആണ്. കെ ഈസ് ഈക്വൽ ടു 4 ആണ്. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? 4 ഈസ് ഈക്വൽ ടു 1/MPS എന്ന് എഴുതിക്കൂടെ? കെ ഈസ് ഈക്വൽ ടു 1/MPS എന്ന് എഴുതിക്കൂടെ? എഴുതാം. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? എം പി എസിന് നമ്മൾ എങ്ങനെയാ കണ്ടെത്തുക? എം പി എസ് ഇസ് ഈക്വൽ ടു 1/4 എന്ന് എഴുതിക്കൂടെ? ഇസ് ഈക്വൽ ടു 0.25. എം പി എസ് 0.25 ആണ്. അങ്ങനെയുള്ളത് ഏതാണ് ക്വസ്റ്റ്യൻ വരുന്നത്? 0.25 വരുന്നത് ഏതാണ്? ഓപ്ഷൻ സി ആണ്. നമ്മൾ ഇങ്ങനെ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഓരോന്നും എടുത്ത് കണ്ടു നോക്കേണ്ടി വരും. ഓരോന്നും എവിടെയാണ്? നോർമലി നമ്മൾ എങ്ങനെയാ ചെയ്യാ? 1/1 മൈനസ് എം പി സി 1/MPS ആണെന്ന് നമുക്കറിയാം. സോ നമ്മൾ എന്ത് ചെയ്യും? ഓരോന്നും എടുത്തു നോക്കില്ലേ? 1/0.4, 1/0.7, 1/0.25, 1/0.35 ചെയ്ത് നോക്കും. അതിന്റെ ആവശ്യമില്ല. നമുക്ക് ഓൾറെഡി മൾട്ടിപ്ലയറിന്റെ വാല്യൂ തന്നിട്ടുണ്ട്, അത് 4 ആണ്. അത് വെച്ച് റീഅറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ വി വിൽ ഗെറ്റ് MPS. അതാണ് എന്ത്? 0.25. ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ ഇതില്? ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഇഫ് എ കമ്പനി ഹാസ് എക്സാമിൻഡ് ഇറ്റ്സ് കോസ്റ്റ് ആൻഡ് റവന്യൂ സ്ട്രക്ചർ
and has determined that total cost and total revenue x the number of unit produced are related as C is equal to 100 plus 0.15x square and R is equal to 3x. Find the product level x that will maximize profit for this company. നമുക്ക് പ്രോഫിറ്റ് മാക്സിമൈസേഷൻ ആണ് കണ്ടെത്താനുള്ളത്. പ്രോഫിറ്റ് മാക്സിമൈസേഷൻ ആണ് കണ്ടെത്താനുള്ളത്. എപ്പോഴാണ് ഒരു കമ്പനിയുടെ ഒരു നോർമൽ കേസിൽ, ഇപ്പൊ നമ്മൾ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ എടുക്കുകയാണെങ്കിലും മൊണോപ്പൊളി എടുക്കുകയാണെങ്കിലും മൊണോപ്പൊളിസ്റ്റിക് കോമ്പറ്റീഷൻ ഒക്കെ എടുക്കുകയാണെങ്കിലും ഒരു ഒരു മാർക്കറ്റില് ഒരു ഫേമിന്റെ ഇക്വിലിബ്രിയം കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? അല്ലെങ്കിൽ പ്രോഫിറ്റ് മാക്സിമൈസേഷൻ ആണല്ലോ ചോദിച്ചിട്ടുള്ളത്. പ്രോഫിറ്റ് മാക്സിമൈസിങ് ഔട്ട്പുട്ട് ഏത് ലെവലിലായിരിക്കും നോർമലി നമ്മൾ പറയാറുള്ളത്? യെസ്, എം സി ഇസ് ഈക്വൽ ടു എം ആർ അല്ലെങ്കിൽ എം ആർ ഇസ് ഈക്വൽ ടു എം സി എന്ന് പറയുന്ന ഇക്വേഷൻ ആണ് നമ്മൾ യൂസ് ചെയ്യാറുള്ളത് അല്ലെ. എം ആർ ഇസ് ഈക്വൽ ടു മാർജിനൽ റവന്യൂവും മാർജിനൽ കോസ്റ്റും ഈക്വൽ ആവുന്ന ഒരു ഏരിയയാണ് നമ്മൾ എന്ത് ചെയ്യാറുള്ളത്? ഇക്വിലിബ്രിയം എന്ന് നമ്മൾ പറയാറുള്ളത്. ഓക്കെ, ഇത് ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കൂ, നമ്മൾ എങ്ങനെയാ ഇത് ചെയ്യുക എന്നുള്ളത്. എം ആർ ഇസ് ഈക്വൽ ടു എം സി അല്ലെ. നമുക്കിനി എന്ത് ചെയ്യണം? എം ആറും കണ്ടെത്തണം, എം സിയും കണ്ടെത്തണം. എന്നാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇക്വിലിബ്രിയം കണ്ടീഷൻ നമുക്ക് കണ്ടെത്താം. യെസ്, നമ്മൾ രണ്ടും ഡിഫറൻഷിയേറ്റ് ചെയ്താൽ മതി. ടോട്ടൽ റവന്യൂ ഇവിടെ തന്നിട്ടുണ്ട്, ടോട്ടൽ കോസ്റ്റും തന്നിട്ടുണ്ട്. ടോട്ടൽ റവന്യൂ എത്രയാണ്? ടി ആർ എത്രയാണ്? 3x ആണല്ലേ. അപ്പൊ നമുക്ക് ആദ്യം എം ആർ കണ്ട. അപ്പൊ നമ്മൾ പറഞ്ഞു എം ആർ ഇസ് ഈക്വൽ ടു എം സി ആണ് നമുക്ക് കണ്ടെത്തേണ്ടത്. അപ്പൊ നമുക്ക് ആദ്യം എം ആർ കണ്ടെത്താം. എം ആർ കണ്ടെത്താൻ നമ്മൾ ടി ആറിനെ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ മതി. ആർ ഇസ് ഈക്വൽ ടു 3x ആണ്. അപ്പൊ നമ്മൾ എം ആറിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുകയാണെങ്കിൽ ടി ആർ ഡിവൈഡഡ് ബൈ ഡി എക്സ് ഇസ് ഈക്വൽ ടു 3 എന്ന് കിട്ടും അല്ലെ. ഇനി എം സി എ നമ്മൾ കണ്ടെത്തുകയാണെങ്കിൽ ഇതാണ് ടോട്ടൽ കോസ്റ്റ്. ടോട്ടൽ കോസ്റ്റിനെ നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യുകയാണെങ്കിൽ സി ഈസ് ഈക്വൽ ടു 100 പ്ലസ് 0.015x സ്ക്വയർ. ഇതിനെ നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യുകയാണെങ്കിൽ എം സി ഈസ് ഈക്വൽ ടു ഡി സി ഡിവൈഡഡ് ബൈ ടി എക്സ് ഈസ് ഈക്വൽ ടു 0 പ്ലസ് 2 ഇൻറ്റു 0.015x ഈസ് ഈക്വൽ ടു എത്രയാ വരിക? 0 പ്ലസ് 2 ഇൻറ്റു 0.015x എന്ന് പറയുകയാണെങ്കിൽ മൾട്ടിപ്ലൈ ചെയ്താൽ 0.03x 0.03x ആണെന്ത് നമുക്ക് കിട്ടിയിട്ടുള്ള മാർജിനൽ കോസ്റ്റ് എന്ന് പറയുന്ന സാധനം. ഇനി നമ്മൾ എന്ത് ചെയ്യാണ്? എം ആർ ഈസ് ഈക്വൽ ടു എം സി എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിലേക്ക് പോവാണ്. എം ആർ ഈസ് ഈക്വൽ ടു എം സി വിച്ച് മീൻസ് 3 ഈസ് ഈക്വൽ ടു 0.03x. എക്സ് ഈസ് ഈക്വൽ ടു 3 ഡിവൈഡഡ് ബൈ 0.03 ഈസ് ഈക്വൽ ടു എക്സ് ഈസ് ഈക്വൽ ടു 100. നമ്മുടെ ഓപ്ഷൻ ഡി ആണ്, എക്സ് ഈസ് ഈക്വൽ ടു 100. ഇത് ക്ലിയർ ആണോ? നമ്മളോട് ചോദിച്ചത് എന്താണ്? പ്രോഫിറ്റ് മാക്സിമൈസേഷൻ കണ്ടെത്താനാണ്. ഒരു ഫേം എപ്പോഴാണ് പ്രോഫിറ്റ് മാക്സിമൈസ് ചെയ്യുക? എം ആർ ഈസ് ഈക്വൽ ടു എം സി ആകുമ്പോഴാണ്. എം ആർ നമ്മൾ എങ്ങനെ കണ്ടെത്തും?
ടി ആറിനെ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ മതി. എം സി നമ്മൾ എങ്ങനെ കണ്ടെത്തും? ടി സിയെ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ മതി. എം ആർ എന്ന് പറയുന്നത് ടി ആറിനെ ഡിഫറൻഷിയേറ്റ് ചെയ്ത് നമ്മൾ കണ്ടെത്തി. എം സി എന്ന് പറയുന്നത് ടി സിയെ ഡിഫറൻഷിയേറ്റ് ചെയ്ത് നമ്മൾ കണ്ടെത്തി. ദെൻ നമ്മൾ എന്ത് ചെയ്തു? എം സി ഈസ് ഈക്വൽ ടു എം ആർ എന്ന് ഇക്വേറ്റ് ചെയ്തു. എം ആർ 3 എം സി 0.03x ആണ്. 3 0.03 എന്ന് പറയുന്നത് 100 പ്രാവശ്യം പോകും. സോ എക്സ് ഇസ് ഈക്വൽ ടു 100 ആണ്. നമ്മുടെ ഓപ്ഷനിൽ 100 എന്നുള്ള വാല്യൂ തന്നിട്ടുണ്ട്. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതിനെ ടിക്ക് ചെയ്യാൻ പറ്റും. എം സി ഇസ് ഈക്വൽ എക്സ് ഇസ് ഈക്വൽ ടു 100. പ്രോഫിറ്റ് മാക്സിമൈസ് ചെയ്യുന്ന നമ്മുടെ പ്രൊഡ്യൂസർ ലെവൽ എക്സ് ദാറ്റ് മാക്സിമൈസ് ദ പ്രോഫിറ്റ് ഫോർ ദിസ് കമ്പനി ഈസ് 100. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. If the demand law is P is equal to root of 9 minus x, the demand is fixed at x0 is equal to 5. Find the consumer surplus. കൺസ്യൂമർ സർപ്ലസിനെ നമ്മൾ നോർമലി എങ്ങനെയാണ് കാണാറുള്ളത്? കൺസ്യൂമർ സർപ്ലസിനെ കൺസ്യൂമർ സർപ്ലസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ഗുഡ് പർച്ചേസ് ചെയ്യുന്ന സമയത്ത് ഒരു കൺസ്യൂമറിന് കിട്ടുന്ന ബെനിഫിറ്റിനെയാണ് നമ്മൾ എന്ത് പറയാ? കൺസ്യൂമർ സർപ്ലസ് എന്ന് പറയാം. അതായത് അവർ ആക്ച്വലി വില്ലിംഗ് ആയിട്ടുള്ള ഒരു പ്രൈസ് ഉണ്ടാവും. ഞാൻ അതിന്റെ ഒരു തിയററ്റിക്കൽ ഏരിയ പറയാട്ടോ ആദ്യം. ആക്ച്വലി വില്ലിംഗ് ആയിട്ടുള്ള ഒരു പ്രൈസ് ഉണ്ടെന്ന് കൂട്ടിക്കോളൂ. ഇപ്പൊ നമ്മൾ ഒരു ഷവർമ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് 150 രൂപ കൊടുക്കാനാണ്. പക്ഷേ അവര് നമുക്ക് 100 രൂപക്ക് തന്നു എന്നുണ്ടെങ്കിൽ ഇവിടുത്തെ കൺസ്യൂമർ സർപ്ലസ് 50 ആണ്. അതായത് ആക്ച്വലി നമ്മൾ നമ്മൾ കൊടുക്കാൻ വില്ലിംഗ് ആയിട്ടുള്ള പ്രൈസിൽ നിന്ന് ആക്ച്വലി നമ്മൾ കൊടുത്തിട്ടുള്ള പ്രൈസ് കുറച്ചു കഴിഞ്ഞാൽ നമുക്ക് കൺസ്യൂമർ സർപ്ലസ് കിട്ടും. ഇനി ഡിമാൻഡ് കർവിന്റെ കേസിൽ പറയുകയാണെങ്കിൽ എനിക്ക് ഗ്രാഫും വരയ്ക്കാനുള്ള കഴിവൊക്കെ ഉണ്ട്. പക്ഷെ അത് നോട്ട്ബുക്കിലാണ്. ഇവിടെ ഇങ്ങനെയൊക്കെ നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യട്ടോ. ഇതാണ് നമ്മുടെ ഡിമാൻഡ് കർവ്. ഡിമാൻഡും സപ്ലൈയും കർവ് എന്നുണ്ടെങ്കിൽ ഇതില് നമ്മൾ ഈ ഇക്വിലിബ്രിയം പോയിന്റ് ഉണ്ടല്ലോ, ഇക്വിലിബ്രിയം പോയിന്റിൽ നിന്ന് നേരെ ഹൊറിസോണ്ടൽ ആയിട്ട് ഒരു ലൈൻ വരക്കുന്നു. അപ്പൊ ഈ താഴെയുള്ളതാണെന്ത് നമ്മൾ പറയാറുള്ള പ്രൊഡ്യൂസർ സർപ്ലസ്. ഇതാണ് പ്രൊഡ്യൂസർ സർപ്ലസ്. ഈ ഏരിയ മൊത്തമാണ് പ്രൊഡ്യൂസർ സർപ്ലസ്. ഇതാണ് പ്രൊഡ്യൂസർ സർപ്ലസ്. ഇനി ഈ കാണുന്നതാണെന്ത്? കൺസ്യൂമർ സർപ്ലസ്. മുകളിലുള്ള ഭാഗമാണെന്ത്? കൺസ്യൂമർ സർപ്ലസ്. ഇതാണ് കൺസ്യൂമർ സർപ്ലസ്. ഇതാണ് ഇതിന്റെ ഒരു തിയററ്റിക്കൽ അണ്ടർസ്റ്റാൻഡിങ് ആയിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഇനി കൺസ്യൂമർ സർപ്ലസ് നമുക്ക് കാണാൻ ഒരു ഇക്വേഷൻ ഉണ്ട്. ഇതൊരു ഒരു ട്രയാങ്കിൾ ആണല്ലേ ഇത്. ആക്ച്വലി എന്റെ വര അത്ര ട്രയാങ്കിൾ ആയിട്ടുണ്ടാവില്ലെങ്കിൽ പോലും ഇത് ബേസിക്കലി ഒരു ട്രയാങ്കിൾ ആണ്. ഞാൻ ഒന്നും കൂടി നന്നാക്കി വരച്ചുതരാം. ഓക്കെ, ഇതൊന്ന് ശ്രദ്ധിക്കട്ടോ. ഇതാണ് നമ്മുടെ ഡിമാൻഡ് ഫംഗ്ഷൻ, ഡിമാൻഡ് കർവ്. ഇതാണ് നമ്മുടെ സപ്ലൈ കർവ്. ഇങ്ങനെയാണോ വരാറുള്ളത്? അല്ലല്ലേ. ഇതാണ് നമ്മുടെ സപ്ലൈ കർവ്. അയ്യോ,
ഇതാണ് നമ്മുടെ സപ്ലൈ കർവ്, ഇതാണ് നമ്മുടെ ഡിമാൻഡ് കർവ്. അപ്പോ നമുക്ക് എന്തുണ്ട്, ഡിമാൻഡ് കർവും ഉണ്ട്, സപ്ലൈ കർവും ഉണ്ട്. നമുക്ക് കൺസ്യൂമർ സർപ്ലസും ഉണ്ട്, പ്രൊഡ്യൂസർ സർപ്ലസും ഉണ്ട്. അപ്പൊ ഇതില് മുകളിലുള്ള ഏരിയയാണ് എന്ത്, കൺസ്യൂമർ സർപ്ലസ്. മുകളിലുള്ളതാണ് കൺസ്യൂമർ സർപ്ലസ്, താഴെയുള്ളതാണ് എന്ത്, പ്രൊഡ്യൂസർ സർപ്ലസ്. ഈ ത്രികോണാണ് കേട്ടോ നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. എങ്ങനെ വരക്കാന്ന് എനിക്കൊരു ധാരണയില്ല. അതായത് ഈ ഏരിയ ആണ് എന്ത്, പ്രൊഡ്യൂസർ സർപ്ലസ്, ഈ ഏരിയ ആണ് എന്ത്, കൺസ്യൂമർ സർപ്ലസ്. അപ്പൊ ഇത് നമ്മൾ നോർമലി കാണാറുള്ളത്, കാണാറൊരു ഇക്വേഷൻ ഉണ്ട്. ഞാൻ ജസ്റ്റ് ഇതൊന്ന് ക്ലിയർ ചെയ്യുന്നുണ്ട്. ക്ലിയർ ഓൾ ഡ്രോയിങ്സ്. ഓക്കെ, നമുക്ക് കാണാനുള്ള ഇക്വേഷൻ ആണ്, നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യാണ് കേട്ടോ ബേസിക്കലി ചെയ്യുക. കൺസ്യൂമർ സർപ്ലസ് ഈസ് ഈക്വൽ ടു, ഇന്റഗ്രേറ്റ് ചെയ്യാണ്, എക്സ് 0 കൊടുക്കുന്നു, 0 കൊടുക്കുന്നു, എഫ് ഓഫ് എക്സ് dx മൈനസ് p0 ഇൻറ്റു q0 അല്ലെങ്കിൽ x0. p0 ഇൻറ്റു x0. ഇതാണ് കൺസ്യൂമർ സർപ്ലസ് കാണാനുള്ള ഇക്വേഷൻ. ഇത് ഇതുപോലെ നിങ്ങൾ കാണാതെ പഠിക്കണം. കൺസ്യൂമർ സർപ്ലസ് കാണാനുള്ള ഇക്വേഷൻ ആണ് എഫ് ഓഫ് എക്സ് ഡി എക്സ് മൈനസ് പി സീറോ എക്സ് സീറോ അല്ലേ. അപ്പൊ എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, അത് ഡിമാൻഡ് ഫംഗ്ഷൻ ആണ്, ഡിമാൻഡ് ലോ ഫംഗ്ഷൻ ആണ്, അത് നമുക്ക് തന്നിട്ടുണ്ട്. എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു പി ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 9 മൈനസ് എക്സ് എന്ന് നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, ഡിമാൻഡ് തന്നിട്ടുണ്ട്. എക്സ് സീറോ എന്ന് പറഞ്ഞാൽ എന്താണ്, എക്സ് സീറോ അത് ഇക്വിലിബ്രിയം ക്വാണ്ടിറ്റി ആണ്, അത് എത്രയാണ്, 5 ആണ് തന്നിട്ടുണ്ട്. പി സീറോ എന്ന് പറഞ്ഞാലോ അത് പ്രൈസ് ആണ്, അത് ഇക്വിലിബ്രിയം പിയിൽ എത്തുന്ന സമയത്തുള്ള ഇക്വിലിബ്രിയം ക്വാണ്ടിറ്റി ആണ് എന്ത്, പി സീറോ എന്ന് പറഞ്ഞാൽ. അപ്പൊ നമുക്ക് ആദ്യം എന്ത് ചെയ്യണം, ഇക്വിലിബ്രിയം പ്രൈസ് കണ്ടെത്തണം. ഇക്വിലിബ്രിയം പ്രൈസ് നമ്മൾ എങ്ങനെയാണ് കണ്ടെത്തുക, P0 is equal to root of 9 minus 5. എക്സ് എത്ര, എക്സ് ഇവിടെ തന്നിട്ടുണ്ട്, എക്സ് ഇവിടെ തന്നിട്ടുണ്ട്, എക്സ് എത്രയാണ്, എക്സ് എത്രയാണ്, 5 ആണ്. അപ്പൊ നമ്മൾ 9 മൈനസ് എക്സ് എന്ന് പറയുന്ന എക്സിലേക്ക് നമ്മൾ എന്തിനാണ്, 5ന്റെ വാല്യൂ ഇട്ട് കൊടുക്കുകയാണ്. വിച്ച് മീൻസ് റൂട്ട് 9 മൈനസ് 5 എന്ന് പറഞ്ഞാല് റൂട്ട് 4 ഈസ് ഈക്വൽ ടു 2. അപ്പൊ പി സീറോ എന്ന് പറഞ്ഞാൽ അത് 2 ആണ്. അപ്പൊ നമുക്ക് നമ്മുടെ ആവശ്യമുള്ളതൊക്കെ കിട്ടി. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്കത് ഇനി പി സീറോ എക്സ് സീറോ, നമുക്കിവിടെ പി സീറോ എക്സ് സീറോ ഉണ്ട് അല്ലെ. പി സീറോ എന്ന് പറഞ്ഞാൽ 2 ആണ്, എക്സ് സീറോ എന്ന് പറഞ്ഞാൽ 5 ആണ്. അപ്പൊ പി സീറോ എക്സ് സീറോ എന്ന് പറഞ്ഞാൽ എത്ര ആയിരിക്കും, 2 ഇൻറ്റു 5 ഈസ് ഈക്വൽ ടു 10 അല്ലെ. 2 ഇൻറ്റു 5 ഈസ് ഈക്വൽ ടു 10. അപ്പൊ നമുക്ക് എന്തായി, ആ ഒരു ഏരിയ കിട്ടി. ഇനി നമ്മൾ എന്ത് ചെയ്യാണ്, ടോട്ടൽ ഏരിയ അണ്ടർ ദ ഡിമാൻഡ് കർവ് എക്സ് സീറോയും എക്സ് സീറോയും എക്സ് 5 ആകുന്ന സമയത്തുള്ള ഒരു കേസ് നമ്മൾ കാണാണ്. കൺസ്യൂമർ സർപ്ലസ് ഈസ് ഈക്വൽ ടു ഞാൻ പെന്നൊന്ന് മാറ്റുന്നുണ്ട് കേട്ടോ. കൺസ്യൂമർ സർപ്ലസ് ഈസ് ഈക്വൽ ടു നമ്മൾ ചെയ്യാണ് റൂട്ട് 5 5 to 0 ആണ് നമ്മൾ കാണുന്നത്. റൂട്ട് ഓഫ് 9 മൈനസ് എക്സ് ടി എക്സ് സമം 5 0 9 മൈനസ് എക്സ് 1/2
dx എന്ന് കിട്ടും. സോ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ ഏത് റൂളാണ് നമ്മൾ യൂസ് ചെയ്യുക? ചെയിൻ റൂളിന്റെ റിവേഴ്സ് നമ്മൾ യൂസ് ചെയ്യല്ലേ. സോ ഇത് ഞാൻ നിങ്ങൾക്ക് വേറെ ചെയ്തുതരട്ടോ, അതായിരിക്കും ബെറ്റർ. ഞാൻ ഒന്നും കൂടി സിംപ്ലിഫൈ ചെയ്തിട്ട് നിങ്ങൾക്ക് ഞാൻ ചെയ്തുതരാം. കാരണം ഇത് ചെയിൻ റൂളിന്റെ റിവേഴ്സ് നമ്മൾ യൂസ് ചെയ്യേണ്ടതുണ്ട്. അപ്പൊ ചെയ്ത് പോവുകയാണെങ്കിൽ, ചെയ്യുന്നോണ്ട് കുഴപ്പമൊന്നുമില്ല, ചെയ്ത് പോവുകയാണെങ്കിൽ a minus x in dx is equal to minus n x n plus 1 n plus 1. എനിക്ക് തോന്നുന്നത് ബെറ്റർ നമ്മളിത് സ്കിപ്പ് ചെയ്യുന്നതായിരിക്കും. ഈ ക്വസ്റ്റ്യൻ ഞാൻ നിങ്ങൾക്ക് ചെയ്തുതരാം കേട്ടോ. ഇത് എനിക്ക് അറിയാത്തതുകൊണ്ടല്ല, പക്ഷെ ഞാനിത് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട രൂപം ഏറ്റവും സിംപ്ലിഫൈഡ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ ഇതിനേക്കാൾ നല്ലൊരു മെത്തേഡ് ഉണ്ടോ എന്നുള്ളത് എന്ത് ചെയ്യണം, എനിക്ക് അറിയണം. അതുകൊണ്ടാണ് കേട്ടോ. ഞാൻ ജസ്റ്റ് ഒന്ന്, എനിക്കൊന്ന് സമയം തരണേ, ഞാനൊന്ന് നോക്കട്ടെ ഇത് സിമ്പിൾ ആയിട്ടുള്ള വഴി എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത്. ഇല്ല, ജസ്റ്റ് ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കൂ. മറ്റേ സിമ്പിൾ ആയിട്ടുള്ള വഴിയൊന്നും എനിക്ക് കാണുന്നില്ല. ഞാൻ എന്ത് ചെയ്യാം, സിമ്പിൾ ആയിട്ടുള്ള വഴി ഉണ്ടോ എന്നുള്ളത് ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യട്ടോ. Two fair dice are thrown independently. Two fair dice എന്ത് ചെയ്തു, ഇൻഡിപെൻഡന്റ്ലി ത്രോ ചെയ്തു. 3 ഇവന്റ്സ് എ ബി സി കിട്ടിയിട്ടുണ്ട്. നമുക്ക് എന്ത് ചെയ്യണം, അതിനെ ഡിഫൈൻ ചെയ്യണം. അതായത് ഡിഫൈൻ ചെയ്ത് തന്നിട്ടുണ്ട്. ഫൈൻഡ് പ്രോബബിലിറ്റി ഓഫ് സി. നമ്മൾ എന്ത് ചെയ്യണം, സം ഓഫ് പോയിന്റ് ഓൺ 2 ഡൈസ് ഈസ് ഓഡ്. സം ഓഫ് പോയിന്റ് ഓൺ 2 ഡൈസ് ഈസ് ഓഡ്. 2 ഡൈസിന്റെ സം ഓഫ് പോയിന്റ്സ് കിട്ടാനുള്ളത് നമുക്ക് എന്തായിട്ട് വേണം, ഓഡ് ആയിട്ട് വേണം അല്ലേ. അപ്പൊ ടോട്ടൽ ഔട്ട്കം നമ്മൾ എങ്ങനെയാ കണ്ടെത്തുക? ടോട്ടൽ ഔട്ട്കം 2 ഫെയർ ഡൈസ് ആണ് ത്രോൺ ചെയ്തിട്ടുള്ളത്. ഓരോന്നിനും 6 പോസിബിൾ ഔട്ട്കം ഉണ്ട്. അപ്പൊ ടോട്ടൽ നമ്പർ ഓഫ് ഔട്ട്കംസ്, ഒരു സാമ്പിൾ സ്പേസിലെ ടോട്ടൽ നമ്പർ ഓഫ് ഔട്ട്കംസ് എത്രയായിരിക്കും? 6 × 6 ഈസ് ഈക്വൽ ടു 36 ആയിരിക്കും. 36 ഔട്ട്കംസ് ഉണ്ടാവും. ഇനി ഫസ്റ്റത്തത് സെനാരിയോ 1, ഫസ്റ്റ് ഡൈ ഈസ് ഓഡ് ആൻഡ് ദ സെക്കൻഡ് ഡൈ ഈസ് ഈവൻ. നമ്മൾ 2 ഡൈ ത്രോ ചെയ്യാനുള്ള കേസ് പറയാട്ടോ. സെനാരിയോ 1 ഫസ്റ്റ് ഡൈ ഈസ് ഓഡ് ആൻഡ് ദ സെക്കൻഡ് ഡൈ ഈസ് ഈവൻ. അല്ലെങ്കിൽ സെനാരിയോ 2 എന്താവാം, ഫസ്റ്റ് ഡൈ ഈസ് ഈവൻ ആൻഡ് സെക്കൻഡ് ഡൈ ഈസ് ഓഡ്. ഇങ്ങനെ രണ്ടും സംഭവിക്കാലോ, രണ്ടും സംഭവിക്കാം. ഇനി ഫേവറബിൾ ഔട്ട്കത്തിന് നിങ്ങൾ നോക്കൂ. ഒരു സ്റ്റാൻഡേർഡ് ഡൈസിൽ 3 ഓഡ് നമ്പറും ഉണ്ടാവും, 3 ഈവൻ നമ്പറും ഉണ്ടാവും. ഓഡ് നമ്പേഴ്സ് ഏതൊക്കെയായിരിക്കും? 1, 3, 5. ഈവൻ നമ്പേഴ്സ് ആണെങ്കിലോ 2, 4, 6. അപ്പൊ 3 ഓഡ് നമ്പേഴ്സും 3 ഈവൻ നമ്പേഴ്സും ഒരു ഡൈയില്, ഒരു സ്റ്റാൻഡേർഡ് ഡൈയില് ഉണ്ടാവും എന്നുള്ളതാണ്. അപ്പോ ഇനി ഫസ്റ്റത്തെ ഔട്ട്കം നമ്മൾ നോക്കട്ടോ. ഫസ്റ്റത്തെ ഔട്ട്കം സെനാരിയോ, നമ്മൾ 2 സെനാരിയോ പറഞ്ഞു. ഫസ്റ്റ് സെനാരിയോ എന്തായിരുന്നു? ഫസ്റ്റ് ഡൈ ഈസ് ഓഡ് ആൻഡ് സെക്കൻഡ് ഡൈ ഈസ് ഈവൻ. ഇതാണ് ഫസ്റ്റ് സെനാരിയോ. അപ്പൊ ഫസ്റ്റ് സെനാരിയോന്റെ കേസിൽ നമുക്ക് കാണാൻ പറ്റും 3 × ഓഡ് നമ്പർ ഓൺ ഡൈ 1 ഓൺ ഡൈ 1 ഇൻറ്റു 3 × രണ്ടും ഡൈയും എന്താവണം, ഓടാവണം. അതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. 2 ഡൈയും ഓടാവണം. 3 × ഈവൻ നമ്പേഴ്സ് ഓഫ് ഡൈ 2. അപ്പൊ എത്ര ഉണ്ടാവും? 3, 3 എത്ര ഔട്ട്കം ഉണ്ടാവും? 9 ഔട്ട്കം ഉണ്ടാവും അല്ലെ. 3, 3 9 ഔട്ട്കം ഉണ്ടാവും. ഇനി സെനാരിയോ 2 ഈവനും ഓടും വരുന്ന സമയത്ത്, സെനാരിയോ 2ന്റെ കേസിൽ എടുക്കുകയാണെങ്കിലും നമുക്ക് എങ്ങനെ കാണാൻ പറ്റും? 3 × ഈവൻ നമ്പേഴ്സ് ഓഫ് ഡൈ 1 ഇൻറ്റു 3 × ഓഡ് നമ്പേഴ്സ് ഓഫ് ഡൈ
2 ഈസ് ഈക്വൽ ടു 9. അപ്പൊ ഇത് രണ്ടും കൂടി നമ്മൾ ആഡ് ചെയ്യുകയാണെങ്കിൽ 9 + 9 ഈസ് ഈക്വൽ ടു 18. അപ്പൊ 18 പോസിബിൾ അല്ലെങ്കിൽ 18 ഫേവറബിൾ ആയിട്ടുള്ള ഔട്ട്കം ഉണ്ട്. ഇനി പ്രോബബിലിറ്റി കാണാനുള്ള സ്റ്റാൻഡേർഡ് ഇക്വേഷൻ എന്താണ്? ടോട്ടൽ ഫേവറബിൾ ഔട്ട്കം ഡിവൈഡഡ് ബൈ ടോട്ടൽ ഔട്ട്കം അല്ലെ? ടോട്ടൽ ഔട്ട്കം എത്രയാ നമ്മൾ ആദ്യം കണ്ടെത്തിയിട്ടുണ്ട്, അത് 36 ആണ്. ഇനി നമ്മൾ ഫേവറബിൾ ആയിട്ടുള്ള ഔട്ട്കം അത് 18 ആണ്. 18/36 1/2. 1/2 ആണ് എന്ത് ആൻസർ. ഇനി ഇതുമായി ബന്ധപ്പെട്ട് തന്നെയാണ് രണ്ടാമത്തെ ക്വസ്റ്റ്യനും ഉള്ളത്. ഫൈൻഡ് പ്രോബബിലിറ്റി ഓഫ് ബി ഇന്റർസെക്ഷൻ സി. ബി ഇന്റർസെക്ഷൻ സി, അതായത് ബി ഇന്റർസെക്ഷനോട് നമ്മൾ എന്താ ഉദ്ദേശിക്കുന്നത്? രണ്ട് കണ്ടീഷനും സാറ്റിസ്ഫൈഡ് ആയിരിക്കണം. രണ്ട് കണ്ടീഷനും ബി എന്ന് പറഞ്ഞാൽ എന്താണ്? ഓഡ് ഫേസ് വിത്ത് സെക്കൻഡ് ഡൈസ്, അതും സാറ്റിസ്ഫൈഡ് ആയിരിക്കണം. സി എന്താണ്? സം ഓഫ് പോയിന്റ് ഓൺ 2 ഡൈസ് ഈസ് ഓഡ്, അതും സാറ്റിസ്ഫൈഡ് ആയിരിക്കണം. അപ്പൊ ഇവന്റ് ബി എന്ന് പറഞ്ഞാല് ദ സെക്കൻഡ് ഡൈ മസ്റ്റ് ബി, സെക്കൻഡ് ഡൈ ആണ് കേട്ടോ, ഫസ്റ്റ് ഡൈ അല്ല. ദ സെക്കൻഡ് ഡൈ മസ്റ്റ് ബി ഷോൺ ആൻഡ് ഓഡ് ഫേസ്. ഇവന്റ് സി എന്താണ്? ഈ സം ഓഫ് 2 ഡൈസ്, അതായത് ആദ്യത്തെ ഓടും ആദ്യത്തേതും രണ്ടാമത്തേതും ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടണം? ഓഡ് കിട്ടണം. അപ്പൊ നമുക്ക് ആദ്യം എന്ത് ചെയ്യണം? ഔട്ട്കം നോക്കണം. നമുക്ക് മാത്തമാറ്റിക്കലി രണ്ട് നമ്പേഴ്സിന്റെ സമ്മുകൾ ഓഡ് ആവണമെന്നുണ്ടെങ്കിൽ ഒരു നമ്പർ എപ്പോഴും ഈവൻ ആയിരിക്കണം. അതായത് ഈവൻ പ്ലസ് ഓഡ് ആഡ് ചെയ്താൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യുള്ളൂ? രണ്ട് സംഖ്യകളുടേത് ഓഡ് ആവുള്ളൂ. ഇപ്പൊ ഓടും ആഡ് ചെയ്താൽ നമുക്ക് എപ്പോഴും ഈവൻ ആയിരിക്കും കിട്ടുക. ഓഡ് നമ്പറും നമ്മൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ആൾവേസ് വി വിൽ ഗെറ്റ് ഈവൻ നമ്പർ. പക്ഷെ നമുക്ക് രണ്ട് നമ്പർ ആഡ് ചെയ്യുന്ന സമയത്ത് ഓഡാണ് വേണ്ടത് എന്നുണ്ടെങ്കിൽ വി ഹാവ് ടു ആഡ് ഈവൻ ആൻഡ് ഓഡ് നമ്പർ. ഓക്കെ, അപ്പോ സെക്കൻഡ് ഡൈ എന്തായിരിക്കണം? ഇവന്റ് ബി ഓടായി കഴിഞ്ഞാൽ മാത്രമേ ഇവന്റ് ബി ഓടായി കഴിഞ്ഞാൽ ഇവന്റ് ബി ഓഡ് ഫേസ് വിത്ത് സെക്കൻഡ് ഡൈ. അപ്പൊ ഇവന്റ് ബി ഓൾറെഡി ഓടാണ്. അപ്പൊ നമ്മൾ ഇതിൽ ചെയ്യുന്ന രണ്ടാമത്തേത് എന്തായിരിക്കണം? ഈവൻ ആയിരിക്കണം. ആ ഫസ്റ്റ് ഡൈ എന്തായിരിക്കണം? ഈവൻ ആയിരിക്കണം. ഫസ്റ്റ് ഡൈ ഈവൻ ആയാൽ മാത്രമേ ഈവൻ പ്ലസ് ഓഡ് ഈസ് ഈക്വൽ ടു ഓഡ് നമ്പർ കിട്ടുള്ളൂ. അപ്പൊ ഫസ്റ്റ് ഡൈ ഈവൻ ആവുന്ന സിറ്റുവേഷൻ ആണ് എന്ത്? ഫസ്റ്റ് ഡൈ ഈവൻ ആവുകയാണെങ്കിൽ 2, 4, 6. സെക്കൻഡ് ഡൈ ഓഡ് ആവുകയാണെങ്കിൽ 1, 3, 5. ഇങ്ങനെയാണല്ലോ ഉണ്ടാവുക. ഫേവറബിൾ ഔട്ട്കംസ് നമ്മൾ എന്ത് ചെയ്യണം? കൗണ്ട് ചെയ്യണം. ഈവൻ ഡൈസിന്റെ ഫേവറബിൾ ഔട്ട്കംസ് ആണെന്ത്? 3. ഓഡ് ഡൈസിന്റെ ഫേവറബിൾ ഔട്ട്കംസ് ആണെന്ത്? 3. അപ്പൊ നമ്മൾ രണ്ടും കൂടി ടോട്ടൽ ഫേവറബിൾ ഔട്ട്കംസ് നമ്മൾ എങ്ങനെയാ കാണുക? 3 × 3 = 9. ഇനി പ്രോബബിലിറ്റി നമ്മൾ കണ്ടെത്താൻ പറ്റും. ബി ഇന്റർസെക്ഷൻ സി ഈസ് ഈക്വൽ ടു ഫേവറബിൾ ഔട്ട്കംസ് ഡിവൈഡഡ് ബൈ ടോട്ടൽ ഔട്ട്കംസ്. ടോട്ടൽ ഔട്ട്കംസ് നമുക്കറിയാം, അത് 36 ആണ്. ഫേവറബിൾ ഔട്ട്കംസ് ഇവിടെ 9 ആണ്, വിച്ച് മീൻസ് 1/4. 1/4. ഇനി ഇതുമായി ബന്ധപ്പെട്ടുള്ള മറ്റൊരു ക്വസ്റ്റ്യൻ ആണ് ഫൈൻഡ് പ്രോബബിലിറ്റി ഓഫ് എ ഇന്റർസെക്ഷൻ സി. ഫൈൻഡ് പ്രോബബിലിറ്റി ഓഫ് എ ഇന്റർസെക്ഷൻ സി. നമുക്ക് എ ഇന്റർസെക്ഷൻ സി ആണ് കണ്ടെത്തേണ്ടത്. എ ഇന്റർസെക്ഷൻ രണ്ടും ഒരേ സമയം ഹാപ്പൻ ചെയ്യണം അല്ലെ? അപ്പൊ എ ഇന്റർസെക്ഷൻ സി എന്ന് പറഞ്ഞാൽ എന്താണ്? എ എന്ന് പറഞ്ഞാൽ ഓഡ് ഫേസ് വിത്ത് ഫസ്റ്റ് ഡൈസ്. സി എന്ന് പറഞ്ഞാലോ
സം ഓഫ് പോയിന്റ് ഓഫ് ടു ഡൈസ് ഈസ് ഓഡ്. ഇതാണ് എന്ത്? അപ്പൊ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്, ഓഡ് നമുക്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ ഈവനും ഓടും തമ്മിൽ നമുക്ക് എന്ത് ചെയ്യണം? ആഡ് ചെയ്യണം. ഓടും ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴും കിട്ടുക ഈവൻ ആയിരിക്കും. ഈവനും ഓടും ആഡ് ചെയ്താൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യുള്ളൂ? ഓഡ് കിട്ടുകയുള്ളൂ എന്ന് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഫസ്റ്റ് ഡൈ നമ്മൾ ഈ ഒരൊറ്റ ഉദാഹരണം തന്നെ നിങ്ങൾ ആലോചിച്ചാൽ മതി കേട്ടോ. ഫസ്റ്റ് ഡൈ എന്തായിരിക്കണം? ഫസ്റ്റ് ഡൈ ഓടായിരിക്കണം. ഫസ്റ്റ് ഡൈ ഓടാവണമെങ്കിൽ 1, 3, 5. ഫസ്റ്റ് ഡൈ ഓടാവണം എന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ഡൈ ഓടാവണം എന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ഡൈ ഓടാവണം എന്നുണ്ടെങ്കിൽ 1, 3, 5 ഇങ്ങനെയാണ് വരിക. സെക്കൻഡ് ഡൈ ഈവൻ ആവണം എന്നുണ്ടെങ്കിൽ സെക്കൻഡ് ഡൈ ഈവൻ ആവണം എന്നുണ്ടെങ്കിൽ 2, 4, 6 അല്ലേ? അപ്പൊ നമുക്ക് ഫേവറബിൾ അവിടേക്ക് എത്രയാണ്? 3, 2 3 ആണ്. 3, 3 നമുക്ക് ചെയ്യുകയാണെങ്കിൽ 3 × 3 ഈസ് ഈക്വൽ ടു 9 അവിടക്കം. ഫേവറബിൾ അവിടക്കം എത്രയാണ്? അപ്പോ 9 ഡിവൈഡഡ് ബൈ ടോട്ടൽ അവിടക്കം എത്രയാണ്? 36 ഈസ് ഈക്വൽ ടു 1/4. നമുക്ക് നേരത്തെ കിട്ടിയ സെയിം ലോജിക് പ്രകാരം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇതും ചെയ്യാൻ പറ്റും. ഇനി ഫൈൻഡ് പ്രോബബിലിറ്റി ഓഫ് എ ഇന്റർസെക്ഷൻ ബി ഇന്റർസെക്ഷൻ സി. ഫൈൻഡ് പ്രോബബിലിറ്റി ഓഫ് എ ഇന്റർസെക്ഷൻ ബി ഇന്റർസെക്ഷൻ സി. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം? സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ലോജിക്കലി നമുക്ക് ബ്രേക്ക് ഡൗൺ ചെയ്യാം. ഇവന്റ് എ എന്ന് പറഞ്ഞാൽ എന്താണ്? ഫസ്റ്റ് ഡൈ മസ്റ്റ് ബി ഓഡ്. ഇവന്റ് ബി എന്താണ്? സെക്കൻഡ് ഡൈ മസ്റ്റ് ബി ഓഡ്. ഇവന്റ് സി എന്താണ്? സം ഓഫ് ബോത്ത് ഡൈ മസ്റ്റ് ബി ഓഡ്. നമ്മൾ നമ്പർ തിയറി നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമുക്ക് സം എന്തായിരിക്കണം? ഫസ്റ്റ് ഡൈയും ഓഡ്, സെക്കൻഡ് ഡൈയും ഓഡ്. ഓടും ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടൽ എന്താണ്? ഓടും ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താ കിട്ടുക? ജസ്റ്റ് ഒന്ന് ചാറ്റ് ബോക്സിൽ പറയൂ. ഓടും ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താ കിട്ടുക? യെസ്, ഈവൻ ആണ് എന്ത് ചെയ്യുക? കിട്ടുക. ഓടും ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈവൻ ആണ് കിട്ടുക. ഒരു മിനിറ്റ് കേട്ടോ മക്കളെ. ഓക്കെ, ഓടും ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈവൻ ആണ് കിട്ടുക. അപ്പോ നിങ്ങൾ ഈ രണ്ട് കേസ് ആലോചിച്ച് നോക്കൂ. ഞാൻ ജസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകുന്നുണ്ട്. നമുക്ക് കണ്ടെത്തേണ്ടത് എന്താണ്? പ്രോബബിലിറ്റി ഓഫ് എ ഇന്റർസെക്ഷൻ ബി ഇന്റർസെക്ഷൻ സി ആണ് അല്ലെ? ഫസ്റ്റത്തത് എന്താണ്? പ്രോബബിലിറ്റി ഓഫ് എ ഓടാണ്, പ്രോബബിലിറ്റി ഓഫ് ബിയും ഓടാണ്. അപ്പൊ ഓടും ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്തേ കിട്ടുള്ളൂ? ഓടും ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്തേ കിട്ടുള്ളൂ? ഈവൻ ആണോ ഓടാണോ? ഓടും ആഡ് ചെയ്ത് കഴിഞ്ഞാൽ വി വിൽ ഗെറ്റ് ഈവൻ അല്ലേ? അപ്പൊ സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യും? ഈ സി എന്ന് പറയുന്നത്, സി നോക്കൂ, സം ഓഫ് പോയിന്റ് ഓൺ ദ ടു ഡൈസ് ഈസ് ഓഡ്. ഇത് പോസിബിൾ ആകുമോ? നോ, അത് പോസിബിൾ ആവൂല. അപ്പൊ ഇവിടത്തെ പ്രോബബിലിറ്റി എത്ര ആയിരിക്കും? ഇവിടുത്തെ പ്രോബബിലിറ്റി 0 ആയിരിക്കും. ദർ ഈസ് നോ ചാൻസ് ടു ഗെറ്റ് ടു നമ്പേഴ്സ് ആർ ഓൾറെഡി ഓഡ് എന്ന് തന്നിട്ടുണ്ട്. ദെൻ അത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ മൂന്നാമത് കിട്ടുന്ന പ്രോബബിലിറ്റി ഓഫ് സി ഓഡ് ആവാൻ യാതൊരു തരത്തിലും സാധ്യതയില്ല. സോ അതെന്താവും? 0 ആയി മാറും. പ്രോബബിലിറ്റി 0 ആയിട്ട് മാറും എന്നുള്ളതാണ്.
ഇനി നമുക്ക് ലാസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഫൈൻഡ് ദ പ്രോബബിലിറ്റി ഓഫ് എ ഇന്റർസെക്ഷൻ ബി. എ ഇന്റർസെക്ഷൻ ബിയുടെ പ്രോബബിലിറ്റി നമുക്ക് കണ്ടെത്താൻ ചോദിച്ചിട്ടുണ്ട്. പ്രോബബിലിറ്റി എ ഇന്റർസെക്ഷൻ ബി. എ ഇന്റർസെക്ഷൻ ബി. എ എന്ന് പറഞ്ഞാൽ എന്താണ്? ഓഡ് ഫേസ് വിത്ത് ഫസ്റ്റ് ഡൈസ്. ഓഡ് ഫേസ് വിത്ത് ഫസ്റ്റ് ഡൈസ് അല്ലെ. ഇവന്റ് ബി എന്ന് പറഞ്ഞാലോ ഓഡ് ഫേസ് വിത്ത് സെക്കൻഡ് ഡൈസ്. അപ്പൊ ഇതിന് നമ്മൾ രണ്ടും ഇൻഡിപെൻഡന്റ് ഇവന്റുകളാണ്. അപ്പൊ നമ്മൾ എങ്ങനെയാണ് ഇൻഡിപെൻഡന്റ് ഇവന്റിൻ്റെത് കാണാറുള്ളത്? പ്രോബബിലിറ്റി ഓഫ് എ ഇന്റർസെക്ഷൻ ബി ഈസ് ഈക്വൽ ടു പ്രോബബിലിറ്റി ഓഫ് എ ഇൻറ്റു പ്രോബബിലിറ്റി ഓഫ് ബി. ഇങ്ങനെയാണ് നമ്മൾ നോർമലി കാണാറുള്ളത് അല്ലെ. പ്രോബബിലിറ്റി ഓഫ് എ എത്രയാണ്? പ്രോബബിലിറ്റി ഓഫ് എ, അതായത് ഓഡ് നമ്പർ, രണ്ടിന്റെയും പ്രോബബിലിറ്റി ഒന്ന് തന്നെ ആയിരിക്കും അല്ലെ. രണ്ടും സെയിം സംഭവമാണ് തരുന്നത്, ഓഡ് നമ്പർ കിട്ടണം. അപ്പൊ 3 ഓഡ് നമ്പേഴ്സ് ആണ് ഉള്ളത്. ഏതൊക്കെയാണ്? 1, 3, 5. ഫേവറബിൾ ഔട്ട്കം എത്രയാണ്? 6 ടോട്ടൽ ഫേസസ്. സോ 1/2. ഇനി പ്രോബബിലിറ്റി ബി എത്രയാണ്? 3 ഓഡ് ആണുള്ളത്. 1, 3, 5 ഡിവൈഡഡ് ബൈ 6 ഫേസ് ആണുള്ളത്, വിച്ച് മീൻസ് 1/2 എന്ന് നമുക്ക് കിട്ടും. അപ്പൊ നമ്മൾ 1/2 ഇൻറ്റു 1/2 ചെയ്യുകയാണെങ്കിൽ എത്ര ആൻസർ കിട്ടുക? 1/2 ഇൻറ്റു 1/2 1/2 ഇൻറ്റു 1/2 ചെയ്യുകയാണെങ്കിൽ വി വിൽ ഗെറ്റ് 1/4. സോ 1/4. സോ ഇന്ന് ഇത്രയാണ് എടുക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. നമ്മുടെ എക്സാമിന് എത്ര ദിവസം ബാക്കിയുള്ളത്? എന്നാണ് നമ്മുടെ എക്സാമിന്റെ ഡേറ്റ് വന്നിട്ടുള്ളത്? 30-ാം തീയതിയാണല്ലേ നമ്മുടെ എക്സാമിന്റെ ഡേറ്റ് വന്നിട്ടുള്ളത്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക? പ്രോപ്പറായിട്ട് പഠിക്കുക. നിങ്ങൾക്ക് ഏതെങ്കിലും സബ്ജക്റ്റിന്റെ നോട്ട് വേണമെന്നുണ്ടെങ്കിൽ, ഇനി അതല്ല എല്ലാ സബ്ജക്റ്റിന്റെയും നോട്ട് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? ജസ്റ്റ് എന്നോടൊന്ന് കോണ്ടാക്ട് ചെയ്യുക. ഞാൻ എൻ്റെ കയ്യിൽ കുറച്ച് നോട്ടുകൾ ഉണ്ട്, അത് ഞാൻ എന്ത് ചെയ്യാം? നിങ്ങൾക്ക് ഷെയർ ചെയ്യാം. നിങ്ങൾക്ക് ഏതെങ്കിലും സബ്ജക്റ്റിന്റെ സ്പെസിഫിക് നോട്ട് വേണമെന്നുണ്ടെങ്കിൽ അത് ചോദിക്കാം. അതല്ലെങ്കിൽ